നീ പറയുന്നത് ഞാൻ കേൾക്കാനോ? നിനക്കിനി പറയാൻ അവകാശമൊന്നുമില്ലല്ലോ. മണിയറയിലേക്ക് നിന്നെ തേടി വരുന്ന അവള് നിന്റെ ശവശരീരമാണ് കാണേണ്ടത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കാലനാണ് നീ കൊള്ളാടാ. പക്ഷേ നീ കളിച്ചത് ജീവനോടായിപ്പോയി. പറയുന്നത് കേൾക്കാൻ ജീവ. ഇതുവരെ ജീവൻ ചെയ്തതൊന്നുമല്ലടാ, ഇതാണ് കൊല, യഥാർത്ഥ കൊല. ഇത്രയും വർഷത്തിന്റെ കരിയറിൽ ഇതുപോലൊരു കൊലപാതകം ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ അതിന്റെ ത്രില്ലിലാടാ. ഇതാടാ എന്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള കൊലപാതകം. എന്റെ പെണ്ണിന്റെ ഒരു വിരൽ തുമ്പ് തൊട്ടവനെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നിട്ടാണോ അവളോടൊപ്പം ഒരേ കട്ടിൽ ഉറങ്ങാൻ ആഗ്രഹിച്ച നിന്നെ രഘുവേട്ടാ, രഘുവേട്ടാ, ശരവണ. എന്താ സുജാത? ഇത് നോക്ക്. നേമം സബ് ജയിലിൽ നിന്ന് ചാടിപ്പോയ തടവുകാരനെ പോലീസുകാർ അതിസാഹസികമായി കീഴടക്കി. ഇന്ന് രാത്രി 8:30 അട്ടക്കുളങ്ങരയിൽ വെച്ചാണ് മുഖം മറച്ചു നടന്ന തടവുകാരനെ പോലീസുകാർ കീഴടക്കിയത്. ഒരു മാസം മുമ്പ് ചാലക്കമ്പോളത്തിൽ വർഗീസ് എന്ന ആളെ കുത്തിപ്പരിക്കേൽപ്പിച്ച വാഴൂർ സ്വദേശിയാണ് പ്രതിയായ രവീന്ദ്രൻ. മുൻപ് രവീന്ദ്രൻ ജയിൽ ചാടുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കടവുളെ, എവള് നേരെ എന്നതെല്ലാം ടെൻഷൻ കൊടുത്ത്. സുജാതെ, നമ്മളിങ്ങനെ വേദനിക്കണമെന്നും ഉറക്കം വിളിക്കണമെന്നൊക്കെ ദൈവം ചിലപ്പോൾ കണക്കൂട്ടിയിട്ടുണ്ടാവും. അതെ രഘുവേട്ടാ, എന്റെ മോളെ തോൽപ്പിക്കല്ലേ എന്ന് ഈശ്വരനോട് 1000 തവണ ഞാൻ പറഞ്ഞതാ. അതിന് തന്ന കൂലിയ. സാരമില്ല, കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവളുടെ വിവാഹത്തിന് അത്ര ശ്രദ്ധ കൊടുത്തല്ലോ നമ്മള്. അത് നന്നായി. ആ, ഇനി ഇങ്ങനെ ഞാനും ശരവണനും വീണ്ടും പുറത്തുപോയി മഞ്ഞുകൊണ്ട് കാവലിരിക്കണോ? ഇരിക്കാം സാർ. വേണ്ട, വെറുതെ ഉറക്കമൊഴിക്കണ്ട. നീങ്ക വേണേ പോക സാർ, ഞാൻ ഇങ്ങ നിക്കല. എന്തിനു? നീ പോയി കിടന്നു. ഇന്നൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ
ഇനി എന്നാ നമ്മൾ ഉറങ്ങുന്നത്? ആ വാ രഘുവേട്ടാ, നീയും വാ. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞു. അവൾക്കിനി യാതൊരു ടെൻഷനും ഇല്ല. ശരവണ, പോയി കിടന്നു. വാ രഘുവേട്ടാ. ഇനി ഇവിടുന്ന് ഉള്ളിലേക്ക് നടക്കണം. വാ. കുറച്ചധികം നടക്കാനുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ദേഷ്യം വരുമോ? തന്നെയും കൊണ്ടൊരു ജീവിതത്തിന്റെ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചാ ഞാൻ. പിന്നെ എങ്ങനെയാ തുടക്കം തന്നെ ദേഷ്യം വരുന്നത്? വാ. ആ, ഇന്നലെ വരെ കണ്ട ആളൊന്നുമല്ല താനിപ്പോ. മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം. അതുണ്ടാവില്ലേ പിന്നെ. നിങ്ങൾ കവികള് ഒരുപാട് അങ്ങ് എഴുതി കൂട്ടുമല്ലോ, ബാല്യകാലത്തിലേക്ക് അങ്ങ് തിരിച്ചു പോന്നു എന്ന്. അതുപോലെയല്ലേ എനിക്കിതും. ഞാനിപ്പോ നടക്കുന്ന ഓരോ ചുവടിലും അച്ഛന്റെ കൂടെ നടന്നിരുന്ന ഓർമ്മ വരുന്നുണ്ട്. അവരെ പരിചയമുണ്ടോ? പിന്നെ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഇവിടെയായിരുന്നല്ലോ. പിന്നെന്താ അവരങ്ങനെ ചിരിച്ച്? അത് കുന്നുമേക്കാവിലെ അമ്മയുടെ ഒരു പ്രത്യേകതയാ. അച്ഛൻ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? കുന്നുമേക്കാവ് ഭഗവതി എല്ലാവരുടെയും അമ്മയാണെന്ന്. അപ്പൊ അവിടെ വരുന്നവരും പോകുന്നവരും പരസ്പരം സഹോദരങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ടാ അവര് തമ്മിൽ ചിരിക്കുന്നേന്ന്. കൊള്ളാലോ. ഇതൊക്കെ അറിയാൻ വൈകിപ്പോയി. വാ.